നമ്മുടെ കപ്പളത്തിൻ്റെ താഴ്വശം അടിവശം ഭയങ്കരമായിട്ട് കുശിത്തിട്ട് അതങ്ങ് ഞാനിപ്പം കപ്പളങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ പെടന്ന് കിടക്കുന്നു. അതായത് മിനിങ്ങാന്ന് പകല് ഒരു ചെനച്ച് നിന്ന കപ്പളങ്ങ കുത്തിയപ്പോൾ ഞാനൊരു വലിയ കപ്പളങ്ങ അതേ നിന്നതങ്ങ് കുത്തി. ഒരിക്കലും പച്ചക്കപ്പളങ്ങ കുത്തി നേരത്തെ വെക്കുന്നതല്ല, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുത്തത്തേ ഉള്ളേ. പക്ഷെങ്കിൽ ഞാൻ എന്നാ ചെയ്തു, അതങ്ങ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടങ്ങ് കുത്തിയതാണേ. അതെന്തൊരു ഭാഗ്യമായിപ്പോയി. നല്ലൊരു മുഴുത്ത കപ്പളങ്ങയായിരുന്നു. അത് ഞാൻ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് ഞാൻ മിക്സിയിലിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയിട്ട്. അപ്പോൾ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കപ്പളത്തെ ഇനി എന്തെങ്കിലും ചെനച്ച് കിടപ്പുണ്ടോ നോക്കും, കപ്പളം കാണുന്നില്ല. ഞാൻ കണ്ണൊക്കെ തിരുമ്മി നോക്കുക, കണ്ണ് മൂടലാണോ എന്നതാ, കപ്പളം കാണുന്നില്ല. ഊട്ടിച്ചൊന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ പെടന്ന് കിടക്കുക, ഉപ്പാപ്പൻ്റെ പറമ്പിലോട്ട് പെടന്ന് കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് 2-3 എണ്ണേ ഉള്ളൂ. എങ്കിലും ഞാൻ കളയത്തില്ല. അത് ഒന്നാതെ ആകെ ഒരു കപ്പളയേ ഉള്ളായിരുന്നു. 2-3 കുഞ്ഞ് കപ്പളങ്ങ കിടപ്പുണ്ട്. എനിക്ക് അതുവഴി ഈ പച്ചനെറ്റിങ്ങനെ കണ്ടോ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ മേല. ആരൺ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാവേ. ആരൺ അതിൻ്റെ ഈ അലക്കുകല്ലിൻ്റെ സൈഡിൽ കൂടെ ഇത് കണ്ടോ, ഇച്ചിരി സ്പേസ് ഈ അലക്കുകല്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഉണ്ട്. ഇവിടോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കപ്പളം പെടന്ന് കിടക്കുന്നുണ്ടോ, കണ്ടോ പെടന്ന് കിടക്കുന്നുണ്ടോ. ഉപ്പാപ്പൻ്റെ പറമ്പായതേ. നമ്മളുടെ അതിരി ഈ പച്ചനെറ്റ് അതിൻ്റെ അപ്പുറത്ത് ഈ മൂലയ്ക്ക് നമ്മുടെ അതിരിൻ്റെ അവിടെ നിൽക്കുമായിരുന്നേ. പെടന്ന് അതിൻ്റെ അടിവശം കണ്ടോ കുശത്ത്. അപ്പോൾ അത് അങ്ങോട്ട് പോയേ. ഞാൻ ചുമ്മാ നോക്കുമ്പോൾ ഈ ബക്കറ്റ് ഇങ്ങനെ വെച്ചേക്കുന്ന കോഴി അതുവഴി ഇറങ്ങിപ്പോകാതിരിക്കാൻ, ഈ കോഴി പോകാതിരിക്കാൻ ഈ പച്ചനെറ്റിങ്ങനെ ഞങ്ങൾ കെട്ടിയല്ല. ഇവിടെ ഒന്നും ആരും അതിരോ അങ്ങനെയൊന്നും മറച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ സ്ഥലമുള്ളവരാ. ഒരതിരുതർക്കോ അങ്ങനത്തെ അലവലാതിത്തരം. ഒന്നാമത് ഞങ്ങളുടെ ആൾക്കാരല്ലേ ഫുള്ളും, എല്ലാവരും ചേട്ടന്മാരും ഉപ്പാപ്പനും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഈ തൊലി കളഞ്ഞ് കുരുവും കൂടെ ഇവിടെ ഇട്ടിരിക്കുക, തെങ്ങിൻ്റെ ഒട്ടി ഇപ്പോൾ അരിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കണ്ടോ അവിടെ കിടക്കുവാണേ. അപ്പോൾ എനിക്ക് അതുവഴി ഇറങ്ങാൻ മേലാത്തതുകൊണ്ട് ആരൻ വരുമ്പോൾ വൈകുന്നേരം ഇറക്കാം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുത്തിയിട്ടപ്പോൾ താഴോട്ട് വീണ് അപ്പുറത്ത് ഉപ്പാപ്പൻ്റെ പറമ്പിലാണ് പോയി. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ മേല. ഞാൻ ആ പഴുത്തതും ഈ പച്ചയും ഞാൻ എന്നെ എടുത്തു അവിടെ കിടക്കട്ടെ എന്ന് കരുതി. ഞാൻ മറന്നു പോകാതിരിക്കാം, അതെടുക്കാൻ മറന്നു പോകാതിരിക്കാം. നമ്മുടെ ഈ കപ്പളങ്ങ കുത്തുന്ന ഈ തോട്ടി അതെടുത്ത് ഞാൻ എന്നാ ചെയ്തെന്നറിയാം, ഇങ്ങനെ ആയിട്ട്. എൻ്റെ വീട്ടിൽ ഒരു സാധനവും ഡിസോർഡർ ആയിട്ടിരിക്കത്തില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പഴയ വീടും പരിസരവും ആണെന്നേലും ഞാൻ നല്ല നീറ്റായിട്ട് നോക്കുന്നതുകൊണ്ട് ആരും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നേരെ നമ്മുടെ അടുക്കളയുടെ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ നേരെ ഇതങ്ങ് ഇട്ടു. അപ്പോൾ ആരൻ വരുമ്പോൾ ഇതുവഴിയല്ലേ ഞങ്ങൾ കയറും ഇറങ്ങുമൊക്കെ ചെയ്യുന്നത്. നടവാതിക്കയിൽ കൂടെ അല്ല, നടവാതിക്കയിലെ കഥയിൻ്റെ ലോക്ക് പോകേണ്ടത് പെർമനൻ്റായിട്ട് ഞങ്ങളതങ്ങ് എവിടെയെങ്കിലും പോകുമ്പോൾ അകത്തുനിന്ന് അടച്ചിട്ട് ഇതിലേ ഇറങ്ങി ഞങ്ങൾ താഴോട്ട് പൊട്ടിയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിലെ ആരൻ വരുമ്പോൾ ഞാൻ തുറന്നു കൊടുക്കുമ്പോൾ ആരൻ വന്നേച്ചൊരു ഊഞ്ഞാലാട്ടമൊക്കെ ഉണ്ടേ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഊഞ്ഞാലയിൽ ആരൻ ആടാൻ നേരം ഞാനും പുറകെ ആരൻ്റെ കൂടെ ഇറങ്ങാറുണ്ടേ. അപ്പം ആരൻ്റെ കൂടെ ഇറങ്ങാറുണ്ടേ. അപ്പം ഞാൻ ഓർത്തു അന്നേരം ഇങ്ങനെ ഈ കമ്പി തോട്ടി ഇങ്ങനെ ഡിസോർഡറായിട്ട് നമ്മുടെ വേറൊരു തൊട്ടിയുണ്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്ന, പ്ലാവേ ചാരി വെച്ചിരിക്കുക. എൻ്റെ പൊന്നോ, അതൊരു 20 അടി നീളമുണ്ട് തോന്നുന്നു, 20 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഒരു തോട്ടി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വെള്ളറച്ചായൻ ഉണ്ടാക്കി തന്നു. വലിയ ആന തോട്ടി, അത് പൊക്കാനും മേല, എന്നാ കനമാണെന്നറിയാം. തേങ്ങ ഇടാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് ഇടാം, പക്ഷെ ഭയങ്കര പാടാണ്, എനിക്ക് വെക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ തോട്ടി ഇങ്ങനെ ഡിസോർഡറായിട്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഉടനെ ഓർമ്മ വരും, നമ്മുടെ കപ്പളങ്ങ അവിടെ കിടപ്പുണ്ടല്ലോ എന്നല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നമ്മൾ മറന്നുപോയി. പിറ്റേ ദിവസം എടുക്കാൻ പറ്റുമോ, വല്ലതും കടിച്ചാണോ എന്നറിയാൻ പറ്റുമോ. എന്നിട്ട് ഞാൻ ആരൻ വന്നു കഴിഞ്ഞപ്പം ഇത് ആരണ്ണെ കൊണ്ട് ഈ തോട്ടി കണ്ടപ്പോൾ ഓർത്തിട്ട് ആരണ്ണെ കൊണ്ട്
ടോർച്ചൊക്കെ അടിച്ച് ആരൺ വന്നു കഴിഞ്ഞ് പിന്നെ അന്ന് ഊഞ്ഞാലാടിയില്ല. വന്നപ്പോഴാന്നേലും ഞാൻ ഈ തോട്ടിയുടെ കാര്യം പക്ഷെ മറന്നുപോയി. പക്ഷേങ്കിൽ കോഴിക്കൂട് പൂട്ടാൻ മറന്നുപോയായിരുന്നു. കോഴിക്കൂടിൻ്റെ കാര്യം ഓർത്ത് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു. പിന്നെ ടോർച്ചടിച്ച് അത് അവിടെ ആരണനെ ഭയങ്കര ബഹളമായിരുന്നു. രാത്രിയിലാണ് വല്ലതും കടിക്കുമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഈയിടെ ഉപ്പാപ്പനൊക്കെ അവിടെ ആ പറമ്പ് തെളിച്ചിട്ടിരിക്കുവാണേ, കൊണ്ട് പേടിക്കണ്ട. എന്നിട്ട് പിന്നെ ഞാൻ എന്തായാലും ആരനെ കൊണ്ട് അത് എടുപ്പിച്ച് പിന്നെ വൈകിട്ട് തന്നെ ചെനച്ചത് കണ്ടിച്ച് ഞാനും ആരണം കഴിച്ചു. എന്നിട്ട് മറ്റേത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, പച്ച കളറിൽ. അതാണ് ഇതാ. അപ്പം ഈ ഒരു കാര്യത്തിന് അത്രയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലേ. എന്നിട്ട് ഞാൻ എന്താ, നമ്മുടെ വർക്ക് ഏരിയ അറിയാമല്ലോ, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാം. എന്നിട്ട് ഞാൻ ആ കപ്പളങ്ങ ഇന്നാണ് എടുത്തത്. ഇന്നലെ ഒന്നും ചർച്ചിലൊക്കെ പോയിട്ട് വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പം ചർച്ചിൽ പോകുന്ന ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഞങ്ങൾ കഴിക്കുന്നത്. ഊണ് കഴിക്കും, അവിടെ ഇരുന്നങ്ങ് കഴിക്കും. കഞ്ഞിക്കുഴി അർക്കാഡിയ എന്ന് പറയുന്ന ഹോട്ടലിൽ 180 രൂപയാണ് ഊണിന്. പക്ഷേ ഭയങ്കര, ഇന്നലെ ഞാൻ കാണിച്ചില്ലേ, ഭയങ്കര വിഭവസമൃദ്ധ. എൻ്റെ പൊന്നോ, ചെമ്മീനും മാങ്ങായും കൂടെ, ഉണക്കച്ചെമ്മീനും മാങ്ങായും കൂടെ ഒരു കറിയുണ്ട്. എൻ്റെ പൊന്നോ, ഒഴിച്ചുകറിയായിട്ട് അതും സാമ്പാറും പുളിശ്ശേരി വേറൊരു കറിയും കൂടാണ്. പിന്നെ അവിയൽ, മെയിൻ പീര, മെയിൻ കറി, ഇതെല്ലാം ഈ 180ൻ്റെ ഊണിനുള്ളതാണ്. പിന്നെ ഒരു മധുരക്കറി, അയ്യോ അതെനിക്ക് അവർ വേറൊരു ബൗളിലും കൂടെ കൊണ്ടുത്തരും. പൈനാപ്പിൾ മധുരക്കറി, ഇങ്ങനെ കാളം പോലെ, പൈനാപ്പിൾ കാളൻ. പിന്നെ വേറെ ഇങ്ങനെ ഇഞ്ചിപ്പുളി, പപ്പടം, അയ്യോ ഇഷ്ടം പോലെ കറികളാണ്. മാങ്ങാച്ചാറ്, അങ്ങനെ ഒത്തിരി കറികളാണ്. തോരൻ, മെഴുക്ക് പുരട്ടി, അയ്യോ. അപ്പം എന്നിട്ട് പിന്നെ എന്തായാലും അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ടേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ. ഇന്നലെ അമ്മ കപ്പയും മീനും കൊടുത്തു വിട്ടുകൊണ്ട് അതും വേണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പം രാവിലെ ഞാൻ ചോറും വെച്ചു. പിന്നെ വേണ്ട കപ്പളങ്ങ എരിശ്ശേരി വെക്കാമെന്ന് വെച്ചു. കപ്പളങ്ങ ചുമ്മാ എരിശ്ശേരി വെച്ചാൽ മതി, പയറോ പരിപ്പോ ഒന്നും ഇടണ്ട. കാരണം ഇത്രയും തന്നെ എനിക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ. ആരണ് വൈകുന്നേരം വരുമ്പോൾ ചോറ് കഴിക്കാൻ, ആരൺ വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനത്തെ ചാറുകറിയൊക്കെ ഉണ്ട്, ചോറാണ് കഴിക്കുന്നത്. എരിശ്ശേരിയൊക്കെ ഇഷ്ടം. അത് തന്നെയല്ല, ചിക്കൻ കറിയുടെ കുറച്ച് കഴിഞ്ഞ ദിവസം വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശനിയാഴ്ചയല്ലേ അത് വെച്ച്. അപ്പോൾ ശനിയാഴ്ച കൂട്ടിയിട്ട് ബാക്കി എടുത്ത് വെച്ചായിരുന്നു. ഞായറാഴ്ച ഇന്നലെ വേണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അതുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ചാറുകറി ആരണ് വലിയ ഇഷ്ടം. അപ്പോൾ എന്താ, നല്ലതല്ലേ, കപ്പളങ്ങ എന്നും കഴിക്കുന്നതല്ലേ. അപ്പം ഞാനത് എരിശ്ശേരി വെക്കാൻ പോവാം. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പിടികിട്ടിയില്ല. ചീത്തയൊന്നും വിളിക്കുന്ന ഒരു വിവരം ഇല്ലാത്തവരാണ്. കാരണം വിവരം വരാൻ വേണ്ടി ഓരോ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ എന്നെ കിടന്നുകൊണ്ട് വലിയ കളിയാക്കാൻ വരുന്നവർക്ക് വിവരമില്ലാത്ത വേണ്ടാധീനം പറയുന്നത്. അല്ലാത്തവർ ചിന്തിക്കുക, ആ കൊച്ചു പറയുന്ന കറക്റ്റാണല്ലോ, ഉള്ള കാര്യം പറയുവാണല്ലോ എന്ന് ഓർക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയെ ഞാൻ കാണിക്കത്തുള്ളൂ, വേറെ വീഡിയോ കാണിക്കത്തില്ല. കാരണം ഇതിപ്പോൾ 7 മിനിറ്റായി. കറി വെക്കുന്നതും കൂടെ കാണിച്ച് വരുമ്പോൾ ഒരു 10-12 മിനിറ്റ് ആവും, മതി. ഞാൻ ഇന്നൊരു ടിപ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് എളുപ്പം കാണിച്ചു തരാം ടിപ്സ്. അപ്പോൾ എനിക്കതൊരു ഷോർട്സും ആവുമല്ലോ. അപ്പോൾ ഇത് വേണ്ട, ഞാൻ കൊത്തി അരി എൻ്റെ കൈക്ക് മേലാത്ത കാരണം ഞാൻ മിക്സി പൊറോട്ട് ഇങ്ങനെ കറക്കുക, പൾസ് ബട്ടണിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ഒന്ന് കുക്കറിൽ ചീറ്റിക്കും. ശക്കല ഉപ്പൂടെ, മഞ്ഞൾപ്പൊടിയും ഉപ്പൂടെ ഇട്ട് ചീറ്റിക്കും, വേറെ ഒന്നും ഇടത്തില്ല. ചീറ്റിച്ചിട്ട് ബാക്കി കാണിച്ചു തരാമേ. കുക്കറിനകത്തെ മഞ്ഞൾപ്പൊടി, ഉപ്പും, ശകലം വെള്ളവും വേണേ, ശകലം വേകാനുള്ള വെള്ളവും വേണേ, ഒത്തിരി വേണ്ട. ഇങ്ങനെ നെകക്കെ വെള്ളം കേട്ടോ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടുക. ഇപ്പം ചാറുകറിയൊക്കെ വെക്കാൻ എന്തൊരു ഉത്സാഹം. ഓമന എനിക്ക് തേങ്ങ ചിരണ്ടി തന്നിട്ടാണ് പോകുന്നത്. 2 ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുക, മാസത്തിൽ 2 പ്രാവശ്യം, 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം വിളിക്കും, തൂക്കാനും തുടയ്ക്കാനും, ഡീപ്പ് ക്ലീനിങ്ങിന്. അപ്പോൾ എനിക്ക് തേങ്ങയും കൂടെ ചിരണ്ടി തന്നിട്ടാണ് പോകുന്നത്. പാവമാണ്, നല്ല പുള്ളിക്കാരി കേട്ടോ. തേങ്ങ ചിരണ്ടി എത്ര വേണേലും എടുത്തു വെച്ചോ, ചിരണ്ടി വെച്ചേക്കാന്ന് പറയും. തന്നെ ചിരണ്ടി ഫ്രീസറിൽ വെച്ചിട്ടു. അതുകൊണ്ട് ഞാൻ മെടുക്കി ഇപ്പം ചാറുകറിയൊക്കെ വെക്കും. അല്ലേ മറ്റേ മടിയായിരുന്നു. തേങ്ങ പൊതിക്കണം, ചിരണ്ടണം, പാടാ, കൈ വേനയുള്ളതുകൊണ്ട് കേട്ടോ. മടിയൊന്നുമില്ല, ഒന്നിനും മടിയില്ല. അപ്പം എന്താ, നമുക്കത് ചെയ്യാം കേട്ടോ. ഓമനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടത്തിൽ അതും പറയണമല്ലോ വെച്ചിരിക്കുന്നത്. ഇനി ഒരു ശകലം, ഒരു പിടി, അതായത് ഇത് കണ്ടോ, ഈ തവിക്ക് ഒരു തവി തേങ്ങ എടുത്ത്, ഒരു നുള്ളി ജീരകവും, പിന്നെ
ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, ഇത്രയും കാന്താരി ഇത്രയും സാധനവും കൂടെ അരച്ച് നമ്മൾ ഇതിനകത്ത് വെന്ത് കഴിയുമ്പോൾ ചേർക്കണം. എന്നിട്ട് ഇതിനൊരു 2 തവി തേങ്ങയും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ നമ്മൾ മൂപ്പിച്ച് കടുക് താളിക്കണം. ഭയങ്കര ടേസ്റ്റ്. കാണിക്കാവേ. പരിപ്പോ പയറോ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഇല്ല ഇതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. ഇത് മാത്രം വെക്കണം. തേങ്ങ 5-6 കാന്താരി, 1 നുള്ളു ജീരകം, 1 ചുള വെളുത്തുള്ളി, 1 ചുള ചുവന്നുള്ളി. കണ്ടോ, ഇത്രയും ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പം എരിശ്ശേരിക്ക് അരയുന്ന പോലെ നിന്ന് കേട്ടിട്ടില്ലേ? അതായത് അവിയലിന് നമ്മളെങ്ങനെയാണോ അതിനേക്കാളും ഒന്നുകൂടെ ഒന്ന് കറക്കിയാൽ മതി മിക്സിയിൽ കേട്ടോ. ഒത്തിരി അരയല്ലേ, അരഞ്ഞു പോയാൽ എരിശ്ശേരി കൊള്ളത്തില്ല. തേങ്ങ ഒന്ന് കടിക്കണം ചെറുതായിട്ട്. ഇത് കണ്ടോ, നല്ലതായിട്ട് വെന്തു, വെള്ളമൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഇങ്ങനെയല്ലേ. ഇനിയിപ്പോൾ കടുക് താളിക്കാനുള്ളത് വറുത്ത് വെച്ചു. പക്ഷേ ഇതിനകത്ത് അരപ്പിട്ടില്ല. അരപ്പിട്ടൊന്ന് തിളയ്ക്കണം. ഒത്തിരി തിളയ്ക്കണ്ട, ഒന്ന് പത പോലെ വന്നു കഴിയുമ്പോൾ, നനക്കം വന്നു കഴിയുമ്പോൾ ഇതോടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് മൂടി വയ്ക്കാം കേട്ടോ. അരപ്പിട്ടു, തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിച്ചൊഴിച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ട, ഇനി ചെരിച്ച് മൂടി, അല്ലെങ്കിൽ ഒരു കൊട്ടയിട്ട് മൂടുക കേട്ടോ. സൂപ്പർ കറിയ. മണം എന്താ മണം എന്നറിയാമോ? എന്താ സൂപ്പർ. ചെറുതായിട്ടൊന്ന് മഞ്ഞ വീശ്, ചെറിയൊരു ചെനച്ചതായിരുന്നു. അതാ എരിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. മത്തങ്ങ നമ്മൾ വെക്കുന്ന പോലൊക്കെ ഇരിക്കും. ചെറിയൊരു സ്ട്രക്ചർ ഇങ്ങനെ കണ്ടോ, കൊതി വരികയല്ലേ. സൂപ്പറാണ്. എനിക്ക് ഉണക്ക സ്രാവ് ചതച്ച് വെച്ചുകൊണ്ട് എനിക്ക് അരണ്ണ ചിക്കനുണ്ട് ധാരാളം. ഓക്കേ, അപ്പം എല്ലാവരും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നവർ നമ്മളുടെ ചാനൽ ജോമാസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ചക്കരയുമ്മ.